ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ റൂമൊന്ന് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങിന് ഇന്ന് നിൽക്കുന്നില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വെച്ചു. ബെഡും നമ്മുടെ ബെഡ്ഷീറ്റുകളും അതെല്ലാം നമ്മൾ ഓൾറെഡി റെഡിയാക്കി ഇടുന്നതാണല്ലോ. അത് പ്രത്യേകിച്ച് കാര്യമില്ല, കാണിക്കേണ്ട കാര്യമില്ലെന്നറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ എഴുന്നേറ്റ് ഉടനെ ചെയ്യില്ല കേട്ടോ, കാരണം ഇവരും ഒക്കെ താമസിച്ചായിരിക്കും എഴുന്നേക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി എല്ലാം ഒന്ന് മടക്കിയൊക്കെ വെക്കുന്നത്. ഇപ്പോഴും തന്നെ കണ്ടില്ലേ, ഇവർ വീട്ടിലുള്ളപ്പം നമുക്ക് ക്ലീനിങ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഇവർ അലങ്കോലപ്പെടുത്തി ഇടട്ടെ, അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വെക്കും കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങ് മാറുമ്പോൾ തന്നെ അവർ വന്ന് കുറേ പേപ്പറുകൾ കഷ്ണങ്ങളും അതും ഇതും എല്ലാം തറയിൽ കൊണ്ടിടും. അറിയില്ല, മാക്സിമം ചെയ്യാവുന്നത്ര അവർ ചെയ്തു തരും. അപ്പം ആദ്യം തന്നെ ഈ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാൻ കയറിയപ്പോഴത്തന്നെ കണ്ടില്ല, രണ്ടുപേരും അതിൻ്റെ മേളിലാണ്. അപ്പം അതേ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാനും വിച്ചൂട്ടനോടൊരു ഫൈറ്റ് കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ. അവർ ഇറങ്ങത്തില്ലായിരുന്നു. ഇതെല്ലാം വിരിക്കുന്നെന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ മേളിലുള്ള കളി കുറച്ച് കൂടുതലായി. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സൈഡിൽ നിന്ന് വിരിച്ച് വരുമ്പോഴത്തേന് അവർ അപ്പുറേ സൈഡ് എല്ലാം കളയും കേട്ടോ. വീണ്ടും റെഡിയാക്കി ഇടും. ഇത് തന്നെ പണിയായിരുന്നു, കുറേ സമയം ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. വിച്ചൂട്ടൻ്റെ ഒരു ടേബിളും പിന്നെ ദേവൂട്ടൻ്റെ ഒരു ഇതുമുണ്ട്. അപ്പോൾ അതിൽ വിച്ചൂട്ടൻ്റെ ടേബിൾ ക്ലീൻ ചെയ്യേണ്ടെന്ന് അവൻ ആദ്യം തന്നെ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതും അതും ഇതുമായിട്ടുള്ള കുറേ സാധനങ്ങളും വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ലല്ലോ. എന്ന് വെച്ചാൽ നമുക്ക് ചെറുതാണ് മോശമാണെന്ന് തോന്നുന്ന കാര്യം ചിലപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വഴക്ക് ഞങ്ങൾ തമ്മിൽ ഉറപ്പായിരിക്കും. അതുകൊണ്ട് പിന്നെ ആ ടേബിൾ ക്ലീൻ ചെയ്യാനേ ഞാൻ പോയില്ല കേട്ടോ. ദേവൂട്ടൻ്റെ ടേബിളാണ് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അതിലാണെങ്കിൽ പക്ഷെ ഒരു കണ്ടീഷനും ഉണ്ടായിരുന്നു. അമ്മ ടേബിളൊക്കെ വൃത്തിയാക്കിക്കോ, പക്ഷെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെക്കണം, എന്നിട്ട് ക്ലീൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്യാതിരുന്നാൽ പോരെ, എല്ലാം ഇങ്ങനെ നിരത്തി അടിച്ചിട്ടേക്കും, ഇതെല്ലാം കൂടെ എങ്ങനെ വെക്കുമെന്ന് ഓർത്തു. അപ്പോൾ അവൻ പിന്നെയും പറഞ്ഞു, അമ്മ അടുക്കി വെച്ചോ, പക്ഷേ ഈ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഒന്ന് അടുക്കി വെച്ച് തരാമോ, അവിടെ നിന്ന് മാറ്റരുത്, അല്ലാതെ തന്നെ എനിക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ദേവൂട്ടൻ്റെ ടേബിളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാമെന്ന്. രണ്ടുപേരുടെയും ടേബിള് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വിച്ചൂട്ടനെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവനത് ക്ലീൻ ചെയ്യേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ തന്നെ എടുത്ത് മാറ്റട്ടെ, അതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് വിച്ചൂട്ടൻ്റെ ടേബിളിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. അവിടെ ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട്. ദേവൂട്ടൻ്റെ ടേബിളാണ് അത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നമുക്ക് ഫോൺ ചാർജൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ മേളിലും ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുമൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കിടന്നപ്പോഴത്തേന് ഇതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചു. ആദ്യം തന്നെ അതിലിരുന്ന സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റണമല്ലോ. അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാറ്റാടിയുടെ ഇതുപോലൊരിത് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പം എനിക്കും ഒരാഗ്രഹം അതൊന്ന് ഓതി നോക്കണമെന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓതി നോക്കിയതാണ്. ഈ ഓരോ ഐറ്റംസും പെറുക്കി വെച്ചത് ഞാൻ ബെഡിൽ. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ആദ്യം ഈ ടേബിൾ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു എന്ന്. പിന്നെ പോട്ടെ. അങ്ങനെ ഓരോ സാധനങ്ങളും അതിൽ നിന്ന് മാറ്റിയിട്ട് വേണം. അതിൽ അധികം പൊടിയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങളിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തുടച്ച് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇത് മാറ്റുമ്പോൾ തന്നെ കണ്ടില്ല, അവർ അലമ്പുമാണ്. വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ആദ്യം വീഡിയോ എടുത്തൊന്നും ശരിക്കും അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഓരോ കോപ്രായങ്ങളൊക്കെ വന്ന് കാണിക്കുന്ന കേട്ടോ. എങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് അലമ്പിത്തരാവോ അതുപോലെ അവർ ചെയ്തു തരും. നമുക്ക് വീട് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണും. അതായത് ഡീപ്പ് ക്ലീനിങ് ഡെയിലി ചെയ്യാനുള്ളത് കാണും. നമ്മളിപ്പോൾ ഓരോരോ റൂമാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിലും എല്ലാ റൂമും ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ റൂം എല്ലാം മോശമായിട്ടുണ്ടായിരിക്കും. ഇത് ശരിക്കും ഒരു ഡെയിലി പ്രോസസ്സാണ്. കാരണം എന്നും ക്ലീൻ ചെയ്യും, എന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ അങ്ങനെ പറ്റില്ലല്ലോ. പറ്റില്ല എന്നല്ല, സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് ചെയ്തു പോരാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേകിച്ച് ഒരു ഇത് എന്താ പറയുക, ഇന്നതൊക്കെ ചെയ്യണം അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും പറ്റിയെന്ന് വരത്തില്ലല്ലോ.
അപ്പോൾ ഒരു മൂഡ് തോന്നുന്ന ദിവസം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതങ്ങ് കഴിഞ്ഞു പോകും. അതല്ലെങ്കിൽ മൊത്തം ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു മടിയായിരിക്കും. പെട്ടെന്നൊരു ബോധോദയം നമുക്ക് ഉദിക്കില്ലേ, ഇന്ന് നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം, അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കും. ഇതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് അത്രയും ഭാഗം നല്ല ഇതായിട്ട് നല്ല സ്പേസും ഉണ്ട് നമുക്ക്. പക്ഷെ അവർ സാധനങ്ങൾ വെക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പൊതിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചാണല്ലോ. അപ്പോൾ അതൊരു ബിഗ് ഷോപ്പറിനകത്താക്കിയിട്ട് മടക്കി ആ ടേബിളിൻ്റെ ഒരു സൈഡിൽ വെച്ചു. പിന്നെ ദേവൂട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ പാവകളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും എല്ലാം അവിടുന്ന് മാറ്റാതെ തന്നെ ആ ടേബിളിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് അടുക്കി പെറുക്കി ഫോണൊക്കെ ചാർജ് ചെയ്യാൻ അമ്മ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ബാക്കി ഭാഗത്തൊക്കെ എല്ലാം വെക്കുന്നായിരുന്നു കക്ഷിയുടെ ഒരു ഡിമാൻഡ്. അപ്പം നമ്മൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഞാൻ ഇടയൊക്കെ ഒപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പം എല്ലാം നിനക്ക് ഒന്നൊന്നേ തട്ടാതെ എടുക്കാവുന്ന ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ തന്നെ എടുത്ത് കളിച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചാൽ മതിയെന്ന്. പറച്ചിലൊക്കെ മാത്രമേ കാണുള്ളൂ. ഈ ടേബിളിൻ്റെ അവസ്ഥ അടുത്ത ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു കമ്മൽ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു. അത് എവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഈ ടേബിൾ ക്ലീൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ആൾ ഒരു ബോക്സിനകത്ത് എൻ്റെ കുറേ പഴയ കമ്മലുകൾ എടുത്ത് വെച്ച കൂടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മലും അതിനകത്ത് എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ദേവട്ടൻ പറയും എനിക്കിത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഞാൻ ആ ബോക്സിനകത്ത് വെച്ചതാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ടേബിളിൽ ഓരോന്നും എടുത്ത് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, എല്ലാ ഐറ്റംസും വെക്കുന്നുണ്ടോ, കറക്റ്റായിട്ടാണോ എന്നൊക്കെ വന്ന് നോക്കുന്നുണ്ട്. കണ്ണാടി, ആ ഒരു ചെറിയൊരു കണ്ണാടി മാത്രം ഞാൻ പട്ടിക്കുട്ടിക്കാണ് കേട്ടോ വെച്ച് കൊടുത്തത്. പട്ടിക്കുട്ടിക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേന് അതിങ്ങനെ ഒരു കൈ കൊണ്ട് ഞാൻ ഫോൺ പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് വെക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞ് വെച്ചത് ആൾ പിന്നെ ഒരു ഇതിന് വന്നപ്പോഴത്തേന് കണ്ടു, ടേബിൾ ഇടയ്ക്ക് വന്ന് നോക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു അതാ പട്ടിക്കുട്ടിക്കല്ല മാച്ച്, അതാ ബേറിന, അപ്പം നമുക്ക് അതിന് വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ തന്നെ എടുത്ത് അതിന് വെച്ച് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഈ കുഞ്ഞി കുഞ്ഞി കിൻഡർ ജോയുടെ ഐറ്റംസൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തുനിന്ന് കിട്ടുന്നതൊക്കെ ഓരോ സാധനങ്ങളും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിന് ഓരോന്നായിട്ട് എടുത്ത് കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അടുക്കി ഒതുക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്പേസ് വീണ്ടും കുറവായിട്ടോ. പിന്നെ ഫോൺ വെക്കാനുള്ള കുറച്ച് സ്പേസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ഓരോ കാര്യങ്ങളും വെച്ച് ആ ടേബിളൊന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒന്ന് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് കുറേ പേപ്പറും അതും ഇതും ഒക്കെ സാധനങ്ങൾ തറയിലും ടേബിളിലും ഒക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.